വിവിധ പാർട്ടികളിലുള്ള ഇക്കമാരെല്ലാം കൂടി ഈ ലീഗിൽ ചേരുമോ? ഇപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത്. വളരെ പ്രധാനമായി അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ ബി ജെ പിയിലെ വളരെ പ്രധാനപ്പെട്ട ഇക്കയാണ്. വേറെ ആളുകളില്ല, മരുന്നിന് പോലുമില്ല വേറെ എടുക്കാൻ. അബ്ദുള്ളക്കുട്ടി ഈ ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ഈ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത ഒരു ഹിന്ദു നേതാവ് കൂടി ഭാരവാഹിത്വത്തിൽ വന്നു. ഞാൻ പേര് പറയുന്നില്ല, വ്യക്തികളുടെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചതുകൊണ്ട് ആ പല ഗ്രൂപ്പുകളിൽ നിന്നും ബി ജെ പിയുടെ പല ഗ്രൂപ്പുകളിൽ നിന്നും അബ്ദുള്ളക്കുട്ടി ലെഫ്റ്റായി. ഇത് ഇപ്പോൾ സോഷ്യൽ ഹാൻഡിലുകളിൽ വലിയ വാർത്തയാണ്. അപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് ഒരു മാനസാന്തരം. അബ്ദുള്ളക്കുട്ടി ഈ ആത്മാഭിമാനം വിറ്റെന്ന് നിൽക്കുന്ന ആളല്ല. അദ്ദേഹം SFIയിലൂടെ വന്നു, SFIയിൽ നിന്ന് കോൺഗ്രസ്സിൽ പോയി, കോൺഗ്രസ്സിൽ നിന്ന് BJP പോയി. അദ്ദേഹത്തിന് മാറുന്നതിനൊന്നും ഒരു പ്രശ്നമുള്ള, അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നി അദ്ദേഹം അപ്പോഴേ മാറും, വേറെ കാര്യമൊന്നുമില്ല. അബ്ദുള്ളക്കുട്ടിയല്ലേ, അപ്പോൾ അദ്ദേഹം കുട്ടിയായതുകൊണ്ട് വലിയ ചിന്തകളൊന്നുമില്ല, അദ്ദേഹം മാറും. ഇപ്പോൾ അദ്ദേഹം ലീഗിൽ പോകാൻ താല്പര്യപ്പെടുകയാണ് എന്നാണ് വാർത്ത. ഇതേ സമയത്ത് തന്നെ PV അൻവർ അസോസിയേറ്റ് മെമ്പറായിട്ടെങ്കിലും ലീഗുമായിട്ട് ചേർന്ന് നിൽക്കാനും ബേപ്പൂർ സീറ്റ് കിട്ടാനുമായിട്ടൊക്കെ PV അൻവറും ക്യൂവിലാണെന്നാണ് അറിയുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി വേറൊരു ഇക്കയെ ചൂണ്ടയിട്ടിട്ടുണ്ട്. അവിടെയാണ് വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം. അതെന്ന് പറയുന്നത് നമ്മുടെ ജലീലിക്ക, നമ്മുടെ പഴയ മന്ത്രി ജലീലിനെ കൂടി CPM നിന്ന് ലീഗിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർ തീർച്ചയായിട്ടും ജലീൽ, അൻവർ, അബ്ദുള്ളക്കുട്ടി ഇവരെല്ലാം കൂടി ലീഗിലേക്ക് പോയാൽ ലീഗ് വളരെ ശക്തിയാകും. പിന്നെ CPMനോ BJPക്കോ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സിനോ മറ്റുള്ള ആളുകൾക്കൊന്നും ശക്തമായിട്ട് ലീഗുകാരെ വെച്ച് മുസ്ലിം നാമധാരികളെ വെച്ചുകൊണ്ടുള്ള ഒരു ഫൈറ്റ്, പിന്നെ ഒരു അബ്ദുൾ റഹ്മാൻ, അങ്ങനെ കുറച്ച് പേരാണുള്ളത്. അതൊക്കെ മാറിക്കഴിഞ്ഞാൽ പുതിയ ആളുകളെ കണ്ടുപിടിക്കണം. കോൺഗ്രസ് ആയാലും അല്ല നമ്മൾ BJP ആയാലും CPM ആയാലും പുതിയ ആളുകളെ കണ്ടുപിടിക്കണം. അത് എന്തായാലും ഇവർ 3 പേരും ഇപ്പുറത്തേക്ക് ലീഗിൽ ചേരാനുള്ളൊരു സാധ്യതയാണ് ഇന്നിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് വളരെ രസകരമായി മലപ്പുറത്തു നിന്ന് വരുന്നൊരു വാർത്തയാണ്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെ സംബന്ധിച്ച് പല പോസ്റ്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. പല സാറ്റലൈറ്റ് ചാനലുകളും ചില സൂചനകൾ നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അബ്ദുള്ളക്കുട്ടിയും അൻവറും ജലീലും കൂടി ഇതിനകത്ത് ചേർന്നാൽ വളരെ വലിയൊരു ശക്തിയായിരിക്കും ലീഗിനെ സംബന്ധിച്ച്. അതിനുള്ള അണിയറ നീക്കങ്ങൾ മലപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു.